ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് MSO-1 സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ്. 2011 മുതൽ 2021 വരെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ ചുരുങ്ങിയ സമയം മാത്രം കിട്ടുന്ന വീട്ടമ്മമാരായ സ്റ്റുഡൻസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അത്തരത്തിലുള്ളവർക്ക് സമയം പാഴാകാതെ പഠിക്കാൻ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം വീഡിയോ ലെങ്തി ആകാതിരിക്കാനാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഈ വീഡിയോയുടെ പാർട്ട് 2 നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോയിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എമർജൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ്. ഈ ചോദ്യം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. 2011 ജൂണിലെ എക്സാമിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എമർജൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് ആണ്. അതായത് സാമൂഹ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ ആവിർഭാവം. 2013 ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ദി എമർജൻസ് ഓഫ് സോഷ്യോളജി. വ്യാവസായിക വിപ്ലവം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2015 വാട്ട് ആർ സോഷ്യൽ കോൺസെപ്റ്റ്സ്, ഹൗ ആർ ദേ റിലേറ്റഡ് ടു സോഷ്യോളജിക്കൽ തിയറി. അതായത് സാമൂഹിക ആശയങ്ങൾ എന്തൊക്കെയാണ്, അവ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ 2018 വീണ്ടും എമർജൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് ചോദിച്ചിട്ടുണ്ട്. 2019 വേറൊരു രീതിയിൽ ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് സോഷ്യൽ തിയറീസ് ഡ്യൂറിങ് ദി 80th and 90th സെഞ്ച്വറി ഇൻ വെസ്റ്റേൺ സൊസൈറ്റി. വെസ്റ്റേൺ സൊസൈറ്റികളുടെ 18-19 നൂറ്റാണ്ടുകളിലെ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളെക്കുറിച്ച് വിവരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2019 ഡിസംബറിൽ എക്സ്പ്ലെയിൻ ദി തിയറി ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് സോഷ്യൽ റിയാലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റി. അതായത് സമൂഹത്തെ മനസ്സിലാക്കാൻ സോഷ്യൽ റിയാലിറ്റിയുടെ കൺസ്ട്രക്ഷണൽ തിയറീസ് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എമർജൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ 2011, 2013, 2015, 2018, 2019, 2019 ജൂണിലും 2019 ഡിസംബറിലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 തവണയാണ് എമർജൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യനാണ് സോഷ്യൽ സ്ട്രക്ചർ. ഈ ക്വസ്റ്റ്യൻ 2012 ഡിസംബർ മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള എക്സാമുകളിൽ തുടർച്ചയായി 12 തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ, പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ സ്ട്രക്ചർ, കോൺട്രിബ്യൂഷൻസ് ടു ദി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ, ഇങ്ങനെ തുടങ്ങി സോഷ്യൽ സ്ട്രക്ചറിൻ്റെ വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുകയും ചെയ്യണം. ലോങ് എസ്സേ ചോദിച്ചില്ലെങ്കിൽ പകരം ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാനും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് സോഷ്യൽ സ്ട്രക്ചർ. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് സോഷ്യൽ റിയാലിറ്റി. കൺസ്ട്രക്ഷൻ ഓഫ് സോഷ്യൽ റിയാലിറ്റി ഇൻ എവറിഡേ ലൈഫ്, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി, സോഷ്യൽ റിയാലിറ്റി ആൻഡ് സിംബോളിക് യൂണിവേഴ്സ്, സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി, അങ്ങനെ തുടങ്ങി ജൂൺ 2011 മുതൽ ഡിസംബർ 2019 വരെയും സോഷ്യൽ റിയാലിറ്റി എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ റിയാലിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സോഷ്യൽ റിയാലിറ്റി എന്ന ക്വസ്റ്റ്യൻ 7 തവണ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് ഫങ്ഷണലിസം. മേജർ പ്രെമിസസ് ഓഫ് ഫങ്ഷണലിസം, മലിനോസ്കി തിയറി ഓഫ് ഫങ്ഷണലിസം, നിയോ ഫങ്ഷണലിസം, ക്രിറ്റിക് ഓഫ് ഫങ്ഷണലിസം, സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആൻഡ് നിയോ ഫങ്ഷണലിസം, അങ്ങനെ തുടങ്ങി ഫങ്ഷണലിസത്തെക്കുറിച്ച് നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫങ്ഷണലിസത്തെക്കുറിച്ച് 12 തവണയാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. 2011 ഡിസംബറിലും 2012 ജൂൺ, 2012 ഡിസംബർ, 2014 ജൂൺ, 2014 ഡിസംബർ, 2015 ഡിസംബർ, 2016 ജൂൺ, 2016 ഡിസംബർ, 2017 ഡിസംബർ, ജൂൺ 2018, ഡിസംബർ 2019.
12 തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഫങ്ഷണലിസം. അതുകൊണ്ട് ഫങ്ഷണലിസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പാരഡൈം. വാട്ട് ഈസ് പാരഡൈം? വാട്ട് ഈസ് പാരഡൈം ഷിഫ്റ്റ്? ഡിസ്കസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഈ ക്വസ്റ്റ്യനും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 7 തവണയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എമർജൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി, സോഷ്യൽ റിയാലിറ്റി, സോഷ്യൽ സ്ട്രക്ചർ, ഫങ്ഷണലിസം, പാരഡൈം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക. നന്ദി.